സ്വർഗമെന്നത് കേവലം വാക്കുകളിലോ അക്ഷരങ്ങളിലോ ഒതുക്കിത്തീർക്കാവുന്ന ഒന്നല്ല എന്നിരുന്നാലും ഓരോരോ പദങ്ങൾക്കും അതിൻ്റേതായ അർത്ഥമുണ്ട്. എന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സ്വർഗത്തിന് ഒരു നിർവചനം നൽകിയേ മതിയാവൂ. ദൈവത്താൽ കേന്ദ്രീകൃതമായി മാലാഖമാരും മനുഷ്യരും ഉൾപ്പെടുന്ന ഒരു അവസ്ഥയാണ് സ്വർഗം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സൃഷ്ടിയുടെ ലക്ഷ്യമാണ് സ്വർഗം. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ യാഥാർത്ഥ്യത്തെയും സ്വർഗവും ഭൂമിയും എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നു. നിത്യസൗഭാഗ്യം അഥവാ സ്വർഗമെന്നത് പ്രപഞ്ചത്തിലുള്ള ഒരു സ്ഥലമേയല്ല, മറിച്ച് മനുഷ്യജീവിതത്തിലെ മറ്റൊരു അവസ്ഥയാണ്. യാതൊരുവിധ തടസ്സവും കൂടാതെ ദൈവഹിതം നിറവേറ്റപ്പെടുന്ന അവസ്ഥയാണ് സ്വർഗമെന്നു മറ്റൊരു രീതിയിൽ നമുക്ക് നിർവചിക്കാം. നാം ഈ ഭൂമിയിൽ കാണാത്തതരം ജീവിതമാണത്. തീർച്ചയായും നിങ്ങളിൽ ഇപ്പോൾ ഒരു മറുചോദ്യം ഉയർന്നേക്കാം. മനുഷ്യൻ ഈ അവസ്ഥ എങ്ങനെ മനസ്സിലാക്കി? വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധർക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകളും ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. ദൈവസഹായത്താൽ നാം ഒരിക്കൽ സ്വർഗത്തിലെത്തിയാൽ നമ്മെ കാത്തിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്ന കണ്ണു കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യമനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒന്നായിരിക്കും. 1 കൊരിന്ത്യർ 2:9 വിശുദ്ധ പൗലോസ് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നു. എന്താണ് നരകം? ദൈവത്തിൽ നിന്നു നിത്യമായി വേർപെട്ടിരിക്കുന്ന അവസ്ഥയെ നരകം എന്നു വിളിക്കുന്നു. ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹം അനുഭവിച്ചിട്ടും അത് ഗ്രഹിക്കാതെ ജീവിക്കുന്നവർക്കുള്ള മരണാനന്തര വാസസ്ഥലമാണ് നരകമെന്നു എന്ന് മറ്റൊരു രീതിയിൽ നിർവചിക്കാം. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ദൈവം നൽകിയ വ്യക്തിസ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തു ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലം. നരകം എങ്ങനെയുള്ളതാണെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള യേശു അതിനെപ്പറ്റി വിവരിക്കുന്നത് 2 വാക്കിലാണ്. പുറത്തുള്ള അന്ധകാരം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സന്തോഷം, സമാധാനം, സാന്ത്വനം, സ്നേഹം എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന എല്ലാറ്റിൽ നിന്നും ഒറ്റപ്പെട്ടു കഴിയുന്ന അവസ്ഥ. നിരാശാജനകവും ഏകാന്തതയും നിറഞ്ഞ ഈ അവസ്ഥയെപ്പറ്റി വിവരിക്കാനേ കഴിയുകയില്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. നാം ഈ ഭൂമിയിൽ കഴിയുമ്പോൾ പോലും ദൈവഹിതത്തിൽ നടക്കാൻ ശ്രമിക്കുന്നിടത്തോളം സ്വർഗത്തിന്റെ അനുഭവം ഒരു വിഹിതമായി നമ്മിൽ ആരംഭിക്കാം. അതായത് സ്വർഗം മരണാനന്തരം മാത്രമല്ല, വിശ്വാസജീവിതത്തിലൂടെ ഇപ്പോഴുതന്നെ ആരംഭിക്കുന്ന ഒരു അനുഭവവും ആകുന്നു. ദൈവത്തോടുള്ള അടുക്കൽ, അവിടുത്തെ സന്നിധിയിൽ ഉള്ള സന്തോഷം, പാപത്തിന്റെ അകൽച്ച, സമാധാനം, സ്നേഹം, വിശുദ്ധി ഇതെല്ലാം ചേർന്ന് നിത്യത്തിൽ നിറവേറുന്ന അവസ്ഥയാണ് സ്വർഗം.